നമസ്കാരം. ഷെഫീന കുന്നക്കാവ് എന്ന ഒരു സ്ത്രീ, ഒരു ലേഡി, അവരുടെ മകളെ കവിള് വീണ് ചെറിയൊരു മുറിയായപ്പോൾ മുറിയും കൊണ്ട് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയ ഒരു അനുഭവം അവരുടെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ 12-ന് പങ്കുവയ്ക്കുകയുണ്ടായി. ആ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടിട്ട് മന്ത്രി വീണ ജോർജ് വിളിച്ച് സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിലെ സ്ഥിതിഗതികൾ നമ്മൾ സംസാരിക്കാതിരുന്നാൽ പറ്റില്ല എന്നൊരു സാഹചര്യമുണ്ട്. അത് വാസ്തവമാണ്. ഗതികേട് കൊണ്ടാണ് ഈ രോഗികൾ ഗവൺമെന്റ് ആശുപത്രി പോകുന്നത്. പൈസ ഇല്ലാഞ്ഞിട്ടാണ്. പിന്നെ സ്വകാര്യ ആശുപത്രികളിലെ അറക്കവാൾ കച്ചവടം, ഇത് രണ്ടും സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. അതായത് നമുക്ക് ഒരു ആശ്രയമായി സാധാരണക്കാരൻ ചെന്ന് കയറുന്നത് ഈ ഗവൺമെന്റ് ആശുപത്രിയാണ്. അവിടെ ചെന്ന് കയറുമ്പോൾ ബഹുഭൂരിപക്ഷം ആശുപത്രികളിലും മര്യാദയ്ക്ക്, ഒരു സഹിഷ്ണുതയോടെ, ഒരു സ്നേഹത്തോടെ, എന്താ പറയാ, ഒരു പുഞ്ചിരിയോടെ വരുന്ന രോഗികളോട് പെരുമാറാൻ അറിയാത്ത കുറെ കടുവകളാണ് അവിടുത്തെ ഡോക്ടർമാരും അതുപോലെ നഴ്സുമാരും എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രസവ റൂമുകളിൽ, ലേബർ റൂമുകളിൽ. കാരണം അവിടെ ലേബർ റൂമിലെ കടുവകൾ എന്നാണ് വിളിക്കുന്നത്. പ്രസവ വേദന കൊണ്ട് ഒന്ന് പിടഞ്ഞ് ഒന്ന് കരഞ്ഞാൽ ഇത് ആ സമയത്ത് സുഖിച്ചപ്പോൾ അറിഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന നഴ്സുമാർ, മാലാഖമാരാണ് അവിടെ ഉള്ളത്. എല്ലാവരും ഞാൻ പറയുന്നത്, ചിലർ, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ. അത് സ്വകാര്യ ആശുപത്രികളിലുണ്ട്. പണം അങ്ങോട്ട് എണ്ണി കൊടുത്തിട്ടാണ് അവിടെ ചെല്ലുന്നെന്നുണ്ടെങ്കിലും എത്ര ആയിരങ്ങൾ എണ്ണി കൊടുത്താലും, ഇനി 10,000 എണ്ണി കൊടുത്താലും ഇതുപോലെ ചില ജന്തുക്കൾ അവിടെ നിപ്പുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത്. ഒരു ആശ്വാസത്തോടെ ആ കാലൊന്ന് തിരുമ്മി കൊടുക്കാൻ, ഒന്ന് പിടിക്കാൻ, ഒരു ആശ്വാസമൊക്കെ പറയാൻ ഈ ഈ ഈ ജന്തുക്കൾക്ക് സാധിക്കാറില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോ നമ്മുടെ പിണറായി സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആശുപത്രി സംരക്ഷണ നിയമം ഉണ്ടല്ലോ, ഈ നിയമത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് രോഗികളെ മുഴുവൻ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരെ എന്തും പറയാമെന്നൊരു ധാർഷ്ട്യം കാണിക്കുന്നുണ്ട്. ഇപ്പോ വീഡിയോ എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യം. ഒന്നുകിൽ ഫേസ്ബുക്കിൽ ലൈവ് പോയിക്കൊണ്ട് വേണം ഇവരോടൊക്കെ സംസാരിക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ട് സംസാരിക്കണം. അത്ര ഗതികേടാണ് നമ്മുടെ ആശുപത്രികളിൽ, മിക്ക ആശുപത്രികളിലും. ഇവിടെ ഷെഫീന അവരുടെ കുട്ടിയെ കൊണ്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു നഴ്സ് വളരെ മോശമായിട്ട് സംസാരിച്ചെന്ന് പറയുന്നു, ഡോക്ടർ സംസാരിച്ചെന്ന് പറയുന്നു. അവർ വളരെ വേദനയോടെ ആ വിവരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് മന്ത്രി അവരെ വിളിച്ച് സംസാരിച്ചെന്നോ പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഏതായാലും നടക്കട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആതുരാലയങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെ അല്ലെങ്കിൽ രോഗങ്ങളെ കീറിമുറിക്കുന്ന മാത്രമല്ല, മനസ്സിന്റെ വേദനയും കൂടി പേറിയിട്ടാണ് നമ്മൾ ഒരു ആശുപത്രിയിലും ചെല്ലുന്നത്. അതുകൂടി ഒന്ന് 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 പരിഗണിക്കുന്നവരായിരിക്കണം. ഈ ഷെഫീന കുന്നക്കാവിന്റെ അടുത്തൊരു പോസ്റ്റിൽ കാര്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി നമ്മളൊന്ന് പറഞ്ഞിട്ട് പോകാതെ പറ്റാത്തത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് കരുതിയത്. നേരത്തെ ഷെഫീന ഇട്ട ആ പോസ്റ്റിന് ശേഷം ഇട്ട മറ്റൊരു പോസ്റ്റിൽ എഴുതിയിട്ടുള്ള 1-2 അനുഭവങ്ങളാണ്. ഇതുപോലുള്ള അനുഭവങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിളിച്ചൊരു ടീച്ചർ എന്നോട് മകന്റെ പല്ലടയ്ക്കാൻ പോയ ഒരു അനുഭവം പങ്കുവച്ചു. അടച്ചു വന്നു വീട്ടിലെത്തിയപ്പോ മുതൽ കുട്ടി ഭയങ്കര കരച്ചിൽ. ഗുളിക കഴിച്ചിട്ടൊന്നും ഒരു മാറ്റവും ഇല്ലാതായപ്പോ മറ്റൊരു ഡോക്ടറെ കാണിച്ചു. അടച്ചതെല്ലാം പുറത്തെടുത്ത് നോക്കിയ ഡോക്ടർ ഭയങ്കര ചീത്ത. നിങ്ങൾ ഇത് എവിടെ നിന്നാണ് ചെയ്തത്? ക്ലീൻ ചെയ്യാതെയാണോ പല്ലടയ്ക്കുന്നത്? കുട്ടി കഴിച്ച പപ്പടത്തിന്റെ അവശിഷ്ടം ഡോക്ടർ പുറത്തെടുത്ത് കാണിച്ചു. അതായത് പല്ല് ഓട്ടയടയ്ക്കുമ്പോൾ പല്ല് നന്നായിട്ട് ക്ലീൻ ചെയ്ത്, കേടൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കളഞ്ഞ ശേഷമാണ് അടയ്ക്കേണ്ടത്. ഇതൊന്നും അടയ്ക്കാതെ ഒന്ന് കാണിച്ച് ഓട്ട അടച്ചു വെച്ചു എന്നാണ് പറയുന്നത്. അത് സർക്കാർ ആശുപത്രിയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഗവൺമെന്റ് ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ഒന്നും മിണ്ടിയില്ലത്രേ. പിന്നെയാണ് അറിഞ്ഞത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആ ഡോക്ടർ ഈ ഡോക്ടറുടെ ഹസ്ബൻഡ് ആയിരുന്നു എന്ന്. സംഗതി മനസ്സിലായില്ലേ? അതായത് ഈ സ്വകാര്യ ആശുപത്രി ചെന്നപ്പോൾ അവർ തെറി വിളിച്ചു, ചീത്ത വിളിച്ചു. ഈ കുട്ടിന്റെ പല്ല് ഇങ്ങനെയാ ഇത് കാണിച്ചു വെച്ച് എന്ത് ഉത്തരവാദിത്തക്കേടാണ് കാണിച്ചത് എന്ന്. പക്ഷെ സ്വന്തം ഹസ്ബൻഡാണ് അമ്മാതിരി ഉത്തരവാദിത്തക്കേട് കാണിച്ചെന്ന് പറഞ്ഞപ്പോൾ അത് അമർത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ മറ്റൊരു ഒരുപാട് അനുഭവങ്ങൾ ഈ പോസ്റ്റ് ഇട്ട നന്നായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പ്രസവ വാർഡിലെ ചീത്ത കേൾക്കലാണ് അതിലേറെ ദുരിതം. കുഞ്ഞു വയറ്റിലായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഓടിയനെ എന്ന് വേറൊരാണ്. ശരിയാണ്. കാര്യം ഈ ആശുപത്രിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്നത് കൊണ്ടാണ്, ഈ രോഗികൾ ചെല്ലുന്നത് കൊണ്ടാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത്. ഈ രോഗികളാണ് അവരുടെ രാജാക്കന്മാർ എന്നൊരു ബോധമില്ല. അവരുടെ പരിചരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രോഗികളായിട്ടുള്ളവർ ചെന്ന് കയറുന്ന ഒരു ബോധവും അവർക്കില്ല. എന്നാൽ ഇതൊക്കെ കൃത്യമായി നടക്കണമെന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിക്കോ ഇവിടുത്തെ വകുപ്പ് മറ്റു മേധാവികൾക്കോ മുഖ്യമന്ത്രിക്കോ പോലും യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു അനുഭവം വന്നാൽ സ്പോട്ടിൽ നടപടി എടുത്തേനെ. ഞാൻ നോക്കിയിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ഒരു ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതായത് ആശുപത്രി എന്നല്ല, സകല സർക്കാർ ആശുപത്രിയിലും സകലർക്കും ഇപ്പൊ എന്തിന് റേറ്റിംഗ് ആണല്ലോ. നമ്മളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു റേറ്റിംഗ് ഉണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ സാധനങ്ങൾ വാങ്ങി വരും. എല്ലാ ഉദ്യോഗസ്ഥർക്കും, എല്ലാ സർവീസിനും, എല്ലാ ഓഫീസുകൾക്കും വെബ്സൈറ്റ് ഉണ്ട്.
അതിലുള്ള ഉദ്യോഗസ്ഥന്മാർ എത്ര പേരുണ്ടോ ആ ഉദ്യോഗസ്ഥന്മാരുടെ പേര് വിവരങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തണം, അവരുടെ പദവി രേഖപ്പെടുത്തണം, അവർക്ക് റേറ്റിംഗ് വെക്കണം, റേറ്റിംഗ് അനുസരിച്ചിട്ട് ശമ്പളം കൊടുക്കുക. അങ്ങനെ തീരുമാനിച്ചാൽ മതി. എല്ലാവർക്കും റേറ്റിംഗ്, സർക്കാർ സർവീസിലുള്ള മുഴുവൻ ആൾക്കാർക്കും റേറ്റിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറണം. എന്നാൽ ഈ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ശമ്പളം കിട്ടും, ശമ്പളം പരമാവധി ഇത്രയാണ് ശമ്പളം, റേറ്റ് കുറയുന്നതനുസരിച്ചിട്ട് പൈസ കുറയും എന്ന അവസ്ഥ വന്നാൽ മെച്ചപ്പെട്ട സേവനം വളരെ പെട്ടെന്ന് കൊടുക്കാൻ എല്ലാവരും തയ്യാറാവും. നല്ല സർക്കാർ സേവനം ഇവിടെ കിട്ടും. ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ ഇനി നടപ്പിലാക്കാൻ പറ്റൂ. പക്ഷേ യൂണിയൻകാരൻ നടപ്പിലാക്കാൻ പറ്റും തോന്നുന്നില്ല. പഞ്ചിങ് മെഷീൻ കൊണ്ടുവന്ന് വെക്കാൻ നേരം എതിർത്തിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ. കാരണം അവർക്ക് സമയത്ത് വരാൻ സൗകര്യമില്ല. ഇവിടെ സർക്കാരിന്റെ ശമ്പളവും പറ്റി, അതായത് വരുമാനം പറ്റി. സർക്കാർ ശമ്പളം എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നികുതി പണമാണ്. ആ ശമ്പളം പറ്റിക്കൊണ്ട് അതും വാങ്ങി മുണങ്ങി പെണ്ടാട്ടിക്കും കുട്ടികൾക്കും തിന്നാൻ കൊടുത്തുകൊണ്ട് നമ്മൾ ഭരിക്കാൻ, ഈ ജനങ്ങളെ ഭരിക്കാൻ, തോന്നുമ്പോൾ വരാൻ, തോന്നുമ്പോൾ പോവാൻ, തോന്നുന്നത് ചെയ്യാനാണ് ഇവിടുത്തെ സർക്കാർ മേഖലയിലെ ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും ചെയ്യുന്നത് എന്നത് വസ്തുതയാണ്. എന്നാൽ അതല്ലാത്ത ഡോക്ടർമാരുണ്ട്. ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ കണ്ട് മടുത്ത് രാജിവെച്ച് പുറത്തിറങ്ങിപ്പോയി ഇപ്പൊ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഒന്നാന്തരം ഡോക്ടറുണ്ട്. എനിക്കറിയാം, ഡോക്ടർ യാസിർ പരപ്പനങ്ങാടി, യാസിർ മുഹമ്മദ് പരപ്പനങ്ങാടി എന്നാണ് പേര് പറയുന്നതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല. പരപ്പനങ്ങാടിയിലെ ജനകീയ ഡോക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, പാലിറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട്, രോഗികളെ അനാവശ്യമായി മരുന്ന് തെറ്റിക്കാറില്ല, അനാവശ്യമായ ടെസ്റ്റുകൾ എഴുതാറില്ല, അങ്ങനെ പല പല കാര്യങ്ങൾ. അത്തരം ഡോക്ടർമാരുടെ നമ്മൾ സമൂഹത്തിലുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ അപൂർവമാണ്. അതുപോലെ ഉദ്യോഗസ്ഥ തലങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, ഉണ്ട്. പക്ഷെ അതൊക്കെ തുലവും കുറവാണ് എന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണം അവർ സുരക്ഷിതരാണ്, അവർ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം കിട്ടും. ഇനി സസ്പെൻഷനിൽ പോയി കഴിഞ്ഞാൽ പകുതി ശമ്പളം കിട്ടും. പിന്നീട് ആരുടെ കാല് പിടിച്ചും എവിടെ പിടിച്ചും എന്ത് തിരുമ്മി കൊടുത്തും പിന്നീട് കയറാൻ പറ്റുമെന്നും ബാക്കി ശമ്പളം വാങ്ങിയെടുക്കാം, പ്രൊമോഷൻ വാങ്ങിയെടുക്കാം എന്നൊക്കെ, അതാണ് അവരുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അവർക്കറിയാം യൂണിയന്റെ ഒരു പിന്തുണ അവർക്കുണ്ടാവും എന്ത് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാലും. അതുപോലെ ഈ ആശുപത്രിയിൽ ഈ ഡോക്ടറോടോ ഈ നഴ്സിനോടോ എന്തെങ്കിലും അവർ ഒരു പക്ഷേ മോശമായി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവരകത്ത് കിടന്നേനെ. ആ കുട്ടി ഇന്ന് ഒരുപക്ഷെ ജുവനൽ ഹോമിൽ എവിടെയെങ്കിലും കൊണ്ടാക്കിയത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ സംസ്ഥാനത്തെ ആതുരാലയങ്ങൾ അടക്കമുള്ള മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും ഒന്ന് പുനർക്രമീകരിക്കേണ്ട സമയം കഴിഞ്ഞു. അതായത് ജനങ്ങളെ മര്യാദയ്ക്ക് പെരുമാറാൻ, ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറാൻ എങ്ങനെയാണ് എന്ന്, ഒരു പക്ഷേ നമ്മൾ അപരിഷ്കൃതർ, തുണി കൊടുക്കാത്തവർ എന്നൊക്കെ നമ്മൾ ആക്ഷേപിക്കുന്ന ഗോവ ഉണ്ടല്ലോ, ഒന്ന് പോയി നോക്കണം. അവിടെ ആശുപത്രിയിൽ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത്, എങ്ങനെയാണ് ജനങ്ങളോട് സംസാരിക്കുന്നത് എന്ന്, ജനങ്ങളെ കാണുന്നത് എങ്ങനെയാണ് ഒന്ന് കണ്ടുപഠിക്കണം. ഒരു 100-200 കിലോമീറ്റർ വ്യത്യാസമല്ലേ ഉള്ളൂ. അമേരിക്കയിലും ഉട്ടോപ്യയിലും ഉഗാണ്ടയിലും ഒക്കെ പോയി കണ്ട് കാര്യങ്ങൾ പഠിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ ഇവിടെ. അവർ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടൊന്ന് പോട്ടെ, അവിടെ എങ്ങനെയാണ് മറ്റുള്ളവരോട്, രോഗികളോട് ഇടപെടുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കട്ടെ. നമ്മുടെ അയൽ സംസ്ഥാനമാണല്ലോ, ഒരു സംസ്ഥാനത്തിന്റെ അപ്പുറം ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറ്റാഞ്ഞിട്ടല്ല, നല്ലൊരു സർക്കാർ ഉണ്ടെങ്കിൽ, നല്ല ഒരു ഉദ്യോഗസ്ഥ സംവിധാനം ഉണ്ടെങ്കിൽ, ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. അതില്ല എന്നുണ്ടെങ്കിൽ ഈ ഷഫീന കുന്നക്കാവിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോ സാബു കുട്ടോട്ടിന് വേറെ പോസ്റ്റ് ഇട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇവരെ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നിടത്തോളം കാലം ഇത് നന്നാവാൻ പോകുന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റേറ്റിംഗ് സിസ്റ്റം വെക്കണം, എന്നാൽ നമുക്ക് ഒരുപക്ഷെ പ്രതീക്ഷ വെക്കാം. Different angles. Don't forget to subscribe and support this channel.